സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് നമ്മുടെ 7th ചാപ്റ്റർ ആണ്. ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒറ്റ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരെ കണ്ടന്റിലേക്ക് ഇറങ്ങാം അല്ലേ. എന്താണ് സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പപ്പണി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു എ, ഇവിടെ വേറൊരു പോയിന്റ് ഇട്ടു ബി. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യണം. നിങ്ങളുടെ നോട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഇതേ അകലത്തിൽ വേണം ഇത് രണ്ടും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഇന്റെ ബോർഡിൽ എന്ത് നീളമുണ്ടോ അതേ നീളം നിങ്ങളുടെ നോട്ടിലും വേണം എന്ന് പറഞ്ഞു. ഓക്കെ, എങ്ങനെ നിങ്ങൾ വരയ്ക്കുക? അതിന് ആദ്യം ഈ നീളം അറിയണ്ടേ. ആ നീളം എത്ര എനിക്കും അറിയില്ല അല്ലേ. അല്ലെങ്കിൽ ഇതിപ്പോ എവിടെ നിൽക്കണമെങ്കിലും അറിയണ്ടേ അല്ലേ. ഇവിടെ എവിടെ നിൽക്കുന്ന വെച്ചാൽ നമുക്ക് നീളം കണ്ടുപിടിക്കാനെങ്കിലും പറ്റുമോ നോക്കാം. ഇപ്പൊ അവിടെ അങ്ങനെ വഴിയുണ്ടോ? ഒരു വഴിയുമില്ല. നമ്മളിപ്പോ എവിടെ നിൽക്കണം, ഇപ്പൊ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെ നമുക്ക് പറയാം ഇനി ഇത്ര ദൂരം കൂടി വരണം എന്ന് പറയാം അല്ലെ. അതുപോലെ ഒന്നെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം അറിഞ്ഞാൽ നമുക്ക് നോട്ടിക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇവരാരാന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അകലം കണ്ടുപിടിക്കാം അല്ലെ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വെറുതെ രണ്ട് പോയിന്റും ഉണ്ട്, എയും ബിയും ഉണ്ട്. എവിടെ? എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നേനെ. എങ്ങനെ? ഈ രണ്ട് പേരെ നിങ്ങൾക്ക് അറിയുമായിരുന്നു എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇവിടെ എക്സ് ഇവിടെ വൈ എന്നൊക്കെ ഇരുന്ന പരിപാടി എവിടെയായിരുന്നു? നമ്മുടെ ഫിസിക്സിലും മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം. എന്താണിത്? ഗ്രാഫ് അല്ലേ. ഗ്രാഫിന്റെ സെന്ററിൽ എന്തായിരിക്കും? 0. വലതുവശത്തേക്ക് 1 2 3 4 5 6 അങ്ങനെ പോവും അല്ലെ. മുകളിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 1 2 3 4 അങ്ങനെ പോവും. താഴത്തേക്ക് മൈനസ് ആണ്. -1 -2 -3 -4. ഇങ്ങോട്ടും മൈനസ് ആണ്. -1 -2 -3 ഇങ്ങനെ പോയി അല്ലേ. ഇങ്ങനെ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതെങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ വെച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ എ എന്നുള്ള പോയിന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. എങ്ങനെ? ശ്രദ്ധിച്ചോടുക. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. എങ്ങോട്ട് നോക്കുകയാണ്? എക്സ് എന്ന് പറയുന്ന ഈ വരയിലേക്ക്, എക്സ് അക്ഷം എന്നൊക്കെ പറയും, എക്സ് ആക്സിസ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്ന ഈ വരയിലേക്ക് നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ഒരു നമ്പർ കാണാണ്ടല്ലോ. എന്താ? -2 എന്ന് കാണാനുണ്ട് അല്ലെ. എന്നിട്ടോ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു? ഈ പോയിന്റിൽ നിന്ന് വൈയിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ഇവിടെ എന്തോ ഒന്ന് കാണാണ്ട്. എന്താ? 2 എന്ന് കാണാണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഈ എ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാം. എന്താ? എയിൽ നിന്ന് നോക്കിയാൽ എക്സിൽ -2 കാണാണ്ട്, എയിൽ നിന്ന് നോക്കിയാൽ വൈയിൽ 2 കാണാനുണ്ട്. ഇതറിയാവുന്നവന് ഇത് ഗ്രാഫിൽ വരയ്ക്കാം, നോട്ടിൽ വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോ എന്താണ് കോർഡിനേറ്റ്സ്? ഈ എയെ സംബന്ധിച്ച് ഇതാണ് സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ്. അപ്പോൾ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിയാണ്. ഏതൊരു പോയിന്റോ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഒന്നെങ്കിൽ താഴേക്ക് നോക്കിയാൽ, ചില സന്ദർഭത്തിൽ മുകളിലേക്ക് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ താഴേക്ക് നോക്കേണ്ടി വരും. അപ്പൊ എന്ത് കിട്ടും? എക്സിനൊരു വില കിട്ടും. ആ എക്സ് എന്നുള്ള വരയിൽ അതിനൊരു വില കിട്ടും. ആ പോയിന്റിന് എക്സ് എന്ന വരയിൽ ഒരു വില കിട്ടും. ഓക്കെ, ഇനിയോ അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് ആ പോയിന്റിൽ നിന്ന് വൈയിലേക്ക് നോക്കുക. വൈയിലേക്ക് ഒന്നുകിൽ വൈയിലേക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ വലത്തോട്ട് നോക്കേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ ഇടത്തോട്ട് നോക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ശരി, ആ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് നോക്കിയാൽ ഒരു വില കിട്ടും, വൈയിലേക്ക് നോക്കിയാൽ ഒരു വിലയും കിട്ടും. അവ രണ്ടും കോമ ഇട്ട് എഴുതി ബ്രാക്കറ്റ് ഇടുന്നതിനെയാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. ക്ലിയർ ആണോ? ബ്രാക്കറ്റ് ഇടണം. ആദ്യം എക്സിന്റെ വില, പിന്നെ വൈയുടെ വില. അത് അങ്ങനെ തന്നെ എഴുതണം. ഇവിടെ ഒരു കോമയും വേണം. ക്ലിയർ അല്ലേ? നമുക്ക് ഇവിടെ നോക്കിയാലോ. ഇതല്ലേ ബി? ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് മായ്ച്ചു തരാണ്. ഇവിടെ 5 ആയിരുന്നു, ഇവിടെ ബി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ഇടണം, നടുവിൽ ഒരു കോമ വേണം. ആദ്യം നമ്മൾ എങ്ങോട്ടാ നോക്കണ്ടേ? എക്സിലേക്ക്. ഈ ബിയെ സംബന്ധിച്ച് എക്സ് താഴെയാണോ? എയെ സംബന്ധിച്ച് എക്സ് താഴെയായിരുന്നു. പക്ഷെ അതെപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? അല്ല. ഈ ബിയെ സംബന്ധിച്ച് എക്സ് എവിടെയാണ്? മുകളിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് നോക്കുമ്പോൾ എന്ത് കിട്ടി? 5 അല്ലെ. ഇനി എയെ സംബന്ധിച്ച് വൈ എന്ന് പറയുന്നത് വലതുവശത്തായിരുന്നു. ഇവിടെ വലതുവശത്താണോ വൈ? അല്ല, വൈ ഇവിടെയാണ്, അഥവാ ഇടതുവശത്താണ്.
അപ്പൊ എന്ത് കാണാണ്ട് അവിടെ -1. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 5, -1 അല്ലെ. ഇപ്പോ നമുക്ക് എയെ കുറിച്ചും വിവരം കിട്ടി, ബിയെ കുറിച്ചും വിവരം കിട്ടി അല്ലെ. ഇത് എക്സിന്റെ വില, ഇത് വൈയുടെ വില, എല്ലാ വിവരവും കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? അല്ലേ? എന്താ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ കിട്ടിയാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ടിലും ഈസി ആയിട്ട് വരയ്ക്കാം. ഏത് അകലത്തില് ഇവിടെ നിന്ന് എത്ര അകലമുണ്ടോ, ഡിസ്റ്റൻസ് ഉണ്ടോ, അതേ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് നോട്ടിലും വരയ്ക്കാൻ പറ്റും. അതെങ്ങനെ എന്നുള്ളത് നമുക്ക് അകലൊക്കെ കാണല് ലാസ്റ്റ് ഭാഗത്ത് ചെയ്യാം. ഡിസ്റ്റൻസ് കാണുന്നതൊക്കെ അവസാനത്തേക്ക് വെക്കാം. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇവിടെ വേറെ കുറച്ച് പോയിന്റുകൾ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പോ എക്സാമ്പിളിന് ഇവിടെ ഇതാണ് നമ്മുടെ സി. ഇതിന്റെ സൂചക സംഖ്യകൾ ഒന്ന് പറഞ്ഞേ. സി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എക്സിലേക്ക് നോക്കണം. അവിടെ നിന്ന് എക്സിലേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ തന്നെയാണ് എക്സ്. ഇവിടുത്തെ വില എന്താ? -3. അപ്പൊ തന്നെയാണ് വൈയിലേക്ക് നോക്കണം അല്ലേ. ഇവിടെ നിന്ന് വൈയിലേക്ക് നോക്കിയാൽ ഇവിടെയാണ്. ഇവിടെ എന്താ വില? 0. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 0 എന്ന് പറയുന്നത് എക്സിനും വൈക്കും ഒരുപോലെ ഉണ്ട്. എക്സിന്റെ 0-മാണ്, വൈന്റെ 0-മാണ്. രണ്ടാദ്യം തല്ലൊന്നുമില്ല കേട്ടോ. അവർ തമ്മിൽ നല്ല ചർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണോ? ഇനി വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഇതാണ് ഡി. ഇതിന്റെ സൂചക സംഖ്യകൾ എന്തൊക്കെ? വീണ്ടും എക്സിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ തന്നെയാണ് എക്സ്. അതെത്രയാണ്? 1. ഓക്കെ, ഇവിടെ നിന്ന് വൈയിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താ? 0. ഈസി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം? എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിലെയും വൈ സൂചക സംഖ്യ എന്താണ്? y coordinate of a point in the x-axis of any point. Okay, x-axisലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. ക്ലിയർ അല്ലേ? ഇവിടെയും y 0 ആണ്, ഇവിടെയും y 0 ആണ്. ഇനി വരയിൽ എവിടെ എടുത്താലും y എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു. എന്താ അവിടെ ഇത്? ആദ്യം -2 പിന്നെ 0. അങ്ങനെയാണോ? അല്ല. കാരണം ശ്രദ്ധിക്കണം, ഇവിടെ ഏതാ ആക്സിസ്? y ആക്സിസാ അല്ലെ. y അക്ഷമാണ്. നമ്മൾ ആദ്യം എങ്ങോട്ടാ നോക്കണ്ടേ? ആദ്യം നോക്കേണ്ടത് എക്സിലേക്കാണ്. അപ്പൊ ഇത് നമ്മുടെ ഇ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എക്സിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ എന്താ? 0 അല്ലെ. വൈയിലേക്ക് നോക്കേണ്ട കാര്യമില്ല, തന്നെയാണ് y. അതെന്താ? -2 അല്ലെ. 0 ആദ്യം എഴുതാൻ പറ്റില്ല എന്നൊന്നും കേട്ടോ. എങ്ങനെ വേണേ എഴുതാവേ, ഒരു പ്രശ്നമില്ല. എന്നത് പറഞ്ഞേ, ഇവിടെ എഫ് ഇട്ടു. ഇതൊന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ എക്സിലേക്ക് നോക്കുന്നു, എന്താ? 0 അല്ലെ. പിന്നെ നമ്മൾ വൈയിലേക്ക് നോക്കുന്നു, നോക്കേണ്ട ആവശ്യമില്ല, തന്നെയാണ്. അത് എത്രയാണ്? 4. 0, 4 അല്ലെ. അവസാനമായിട്ട് ഈ പോയിന്റ് എന്താ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ആധാര ബിന്ദു എന്ന് മലയാളത്തിൽ വിളിക്കും. മലയാളം മീഡിയംകാർ ഈ വാക്കൊന്ന് സൂക്ഷിച്ചു വെച്ചോ. സെന്റർ എന്നല്ല, ഒറിജിൻ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും, നമുക്കറിയാവുന്നതാണ്. പക്ഷെ മലയാളത്തിൽ അതിന്റെ പേര് ആധാര ബിന്ദു എന്നാണ്. അതിലെന്താ? ഇവിടെ എക്സും 0-ആണ്, വൈയും 0-ആണ്. ഓക്കെ ആണോ? ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാലോ. എന്താ? വൈ അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും എക്സ് സൂചക സംഖ്യ എന്താണ്? 0. ഇവിടെ ചോദിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ് എന്താണ്? 0. ഈസി അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചോദ്യത്തിന് ആൻസർ ഉണ്ടാവും. ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഒരു പക്ഷേ ചോദ്യം ചോദിക്കാം. 0,3 എന്ന ബിന്ദുവിലൂടെ 0,3 എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരച്ചാൽ അവിടുത്തെ y സൂചക സംഖ്യ ഏത്? ഇംഗ്ലീഷില് what is the y coordinate if we are drawing a line parallel to x axis through 0,3? 0,3 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എവിടെയാ 0,3 വരും നോക്കിക്കേ. 0 എന്ന് പറയുമ്പോൾ ആദ്യം 0 വന്നാൽ അതിന്റെ അർത്ഥം x 0 ആണ്. ഇവിടെ 3 എന്ന് വൈയിലാണ് അല്ലെ. വൈയില് 3 എന്ന് പറഞ്ഞാൽ അത് എവിടെയോ? ഇപ്പോ ഇവിടെ 0, ഇവിടെ 3 അല്ലെ. ഇതില് കൂടെ ഏതിന് പാരലലായിട്ട്? സമാന്തരമായിട്ടാണ്. എക്സിന് സമാന്തരമായിട്ട്. അപ്പൊ എക്സ് ഇങ്ങനെ പോയിച്ചാൽ y എങ്ങനെ? ഈ വരി ഇങ്ങനെ തന്നെ പോണം, ഇങ്ങനെ തന്നെ പോണം, പാരലലായിട്ട്. ഓക്കെ, ഞാൻ വരച്ചത് അത്ര കൃത്യമൊന്നുമല്ല, എന്നാലും എന്നിട്ട് ഇങ്ങനെ വരച്ചു. ഇതിൽ ഏതൊരു പോയിന്റ് കൊടുക്കുക. ഇവിടത്തെയൊക്കെ y കോർഡിനേറ്റാ ചോദിച്ചു, y സൂചക സംഖ്യ ചോദിച്ചു. ഇവിടെയൊക്കെ എന്താവും y? എനിക്ക് ഇവിടുത്തെ എക്സ് അറിയില്ല, കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ ഒന്നും കാണാനില്ല. അപ്പൊ എനിക്ക് എക്സ് അറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയ y എത്രയാണ്? ഇതാ 3 ആണ് അല്ലെ. എനിക്ക് ഇവിടെ നോക്കുമ്പോ കാണാനില്ല, എക്സ് കാണാണ്ടോ?
ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ y എന്താ 3. ഇവിടെ നോക്കുമ്പോ x കാണാനല്ല, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ വൈക്ക് നോക്കുമ്പോ എന്താണ് 3 അല്ലേ? ഇതൊരു ചോദ്യമാണ്. അഥവാ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആൻസർ എന്താ ഇവിടെ തന്നെ ഉണ്ട് 3. തിരിച്ചു ആവാം, 3-0 അല്ലെങ്കിൽ 4-0 എന്തെങ്കിലും വരാം. അപ്പൊ ഉത്തരം എന്താ അവിടെ ഉണ്ട് 4. ധൈര്യമായിട്ട് എഴുതിക്കോളി. സമാന്തരമായി എന്ന് കണ്ടാൽ, പാരലൽ എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഉറപ്പിച്ചോ. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യത്തിന് ചെറിയൊരു സാധ്യത ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഈസി ക്വസ്റ്റ്യനിൽ തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ് ഈ പാഠത്തിൽ നിന്ന് ചെയ്യുന്നത്. ചോദ്യം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താ പറഞ്ഞത്? ഡ്രോ XY ആക്സിസ് ആൻഡ് മാർക്ക് പോയിന്റ്സ് P -3, 5 Q 6, 4 അല്ലേ? എന്താ പറഞ്ഞത്? XY ആക്സിസുകൾ അക്ഷങ്ങൾ വരച്ചതിന് ശേഷം ഈ 2 പോയിന്റ് അടയാളപ്പെടുത്താനാണ്. വളരെ ഈസി ആയ പരിപാടിയാണ് അല്ലേ? അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കാണാം ഇതുപോലത്തെ ഒരു ചോദ്യം താഴ്ത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയതിന് ശേഷം അത് നോക്കണം. ഓക്കെ ആണോ? നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാന്ന്. എക്സ് വരയ്ക്കുക. സോറി, ആദ്യം ഞാൻ വരച്ചത് y ആണ്. പിന്നെ ഇങ്ങനെ എക്സ് വരയ്ക്കുക അല്ലെ? സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കണം. എന്നിട്ടോ സെന്ററിൽ 0 അടയാളപ്പെടുത്തുക അല്ലെ? എന്നിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുക. ക്ലിയർ ആയിട്ട് ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോരോ മാർക്കിനെ കൊടുക്കുക. ഓക്കെ, എല്ലാ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം. ഓരോരോ സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, കാരണം നല്ല വൃത്തിക്ക് വേണം അതൊക്കെ ചെയ്യാം. ഇവിടെ പോസിറ്റീവ് 1, 2, 3, 4 അല്ലെ? -1, -2, -3, -1, 2, 3, -1, -2, -3, -4 അല്ലെ? ക്ലിയർ അല്ലേ? നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഇത് കൃത്യമായി ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് എടുത്ത് പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. എന്നിട്ട് നോക്കുക, P എന്ന് പറഞ്ഞാൽ -3 ആൻസർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം എക്സിന്റെ വില എന്താണ്? -3 ആണ്. വൈയുടെ വില എത്രയാണ്? 5 ആണ്. ഇവിടെ ഞാൻ 5 വരെ വരയ്ക്കാത്തതുകൊണ്ട് ഞാൻ ഇതിനെ 5 ആക്കുകയാണ് കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, എക്സിന്റെ വില -3, വൈയുടെ വില 5 അല്ലെ? എന്നിട്ട് ഇവിടെ നോക്കിക്കേ, ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന എവിടെ? ഇവിടുന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചു നോക്കുക. ഇവിടെ നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചാൽ ഇവര് കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണ്ട, ചെരിച്ചൊന്നും വരയ്ക്കാൻ പാടില്ല. സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഡോട്ട് ഇട്ട് തന്നെ വരയ്ക്കാം. ഇങ്ങനെ ഹൈഫൺ പോലെ ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. ഈ പോയിന്റ് ആണ് P അഥവാ -3, 5. ക്ലിയർ ആണോ? ഇതേപോലെ Q ചെയ്യാം. ഇത് ആദ്യത്തത് X, രണ്ടാമത്തത് Y. എല്ലാത്തിലും അത് അങ്ങനെയാണ് കേട്ടോ. Xൽ എത്രയാണ്? 6. ഇവിടെ അല്ല അല്ലേ? ഞാൻ ഒന്ന് നീട്ടണ്ടേ. X ഇവിടെ 6. ഓക്കെ, Yല് 4. Yല് 4 എവിടെ അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യാം? ഇവിടെ നിന്ന് നേരെ മേപ്പിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടും ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇവര് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതാണ് Q അഥവാ 6, 4. ഈസി ആയ ചോദ്യമല്ലേ? ഓക്കെ, ഇതൊരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എന്താണ്? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ഫിഗറിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിലുള്ള ട്രയാങ്കിൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണമാണ്. ഇങ്ങനെയാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇത് X, ഇത് Y, ഇങ്ങനെ തന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് 0 ആണ്. നമുക്ക് മനസ്സിലാവേണ്ടതാണ്, തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ 0നെ തൽക്കാലം O എന്ന് വായിച്ചാൽ ഇവിടെ A, ഇവിടെ B കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന കേട്ടോ. ഇത് O എന്ന് വായിച്ചാൽ ഇത് A, ഇത് B, അങ്ങനെ വായിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈ ട്രയാങ്കിളിന്റെ എല്ലാ വെർട്ടീസസും കാണുക. ഈ ട്രയാങ്കിളിന്റെ എല്ലാ വെർട്ടീസസും, അതായത് O എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ വേണം, എയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ വേണം, ബിയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളും വേണം. ഇവിടെ ഈ പോയിന്റ് 0 ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് എഴുതാം. ഇവിടെ എന്തായിരിക്കും? 0, 0, കാരണം ഇത് ഒറിജിൻ ആണ്, ആധാര ബിന്ദുവാണ് അല്ലെ? ഇനി നമുക്ക് വേണ്ടത് ഇവിടെ 2 എയും ബിയും. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കിയാൽ മതി. നോക്കിയാണോ? ഇത് കണ്ടുപിടിക്കാൻ ഈ 4 എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ 4 എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം 4 ആണ്, അഥവാ 0 മുതൽ ഇവിടെ വരെ 4 അല്ലെ? അപ്പൊ ഈ പോയിന്റ് എത്രയായിരിക്കും? ഈ നീളം 4 ആണെങ്കിൽ ഈ പോയിന്റ് തന്നെയായിരിക്കും 4 ആയിരിക്കില്ലേ? അപ്പൊ നമുക്കത് ഈസി ആയിട്ട് എഴുതാലോ. ഈ പോയിന്റ് 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അതാണിത്. അത് എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വില 4. പിന്നെ ഈ പോയിന്റിൽ നിന്ന് വൈയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 0 അല്ലേ? ഈസി. ഇത് 2 ചെയ്യാനാണോ സാർ ഇത്ര ടൈം?
വളരെ ഈസി അല്ലേ? ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയാണ് വിഷയം, ഇത് കണ്ടുപിടിക്കണം, ബി. ഓക്കെ, ആ ബി എങ്ങനെ കണ്ടുപിടിക്കണം? ബിയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴും ഇവിടെ ഒരു എക്സിൽ ഒരു വില വേണം. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്ത് വേണം? വൈക്ക് ഒരു വരിയും വേണം, അല്ലേ? എന്നാലും നമുക്ക് ആ രണ്ടും എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അതിനു വേണ്ടി നമ്മൾക്ക് ആ ചോദ്യത്തിൽ തന്നൊരു വാക്ക് വളരെ സ്പെസിഫിക് ആയ ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഓക്കെ ആണോ? എന്താ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത? എല്ലാവർക്കും സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രത്യേകത 3 സൈഡും ഈക്വൽ ആണെന്നാണ്, അല്ലെ? ശരിയാണ്. അപ്പൊ ആലോചിച്ചാൽ ഈ നീളം 4 ആണെങ്കിൽ ഈ നീളവും തന്നെ ആയിരിക്കും 4 തന്നെ ആയിരിക്കും, ഇപ്പുറത്തെ നീളവും തന്നെ ആയിരിക്കും 4 തന്നെ ആയിരിക്കും, അല്ലെ? അതൊരു പ്രത്യേകത. പക്ഷെ അവിടെ ഒരു വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. എന്താ? അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ വശങ്ങളും മാത്രമല്ല എല്ലാ കോണുകളും. അഥവാ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു കോൺ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. ഇതും 60, ഇവിടെ ഈ മുഴുവൻ കോണും 60. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കി, ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിച്ച ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ഈ മുറിക്കഷ്ണം എത്രയായിരിക്കും? 30 ഡിഗ്രി, അല്ലേ? ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ട്രിഗണോമെട്രി. ഇവിടെ സി എന്ന് കൊടുത്താൽ ട്രയാങ്കിൾ ഒ സി ബി എന്ന് പറഞ്ഞാൽ, ത്രികോണം ഒ സി ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ത്രികോണമിതി പ്രകാരം 30, 60, 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ്. അതിന്റെ റേഷ്യോ എന്താ? അംശബന്ധം എന്താ? 1:√3:2, അല്ലേ? നമ്മളതിന്റെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, 2 പാർട്ടായിട്ട്. ട്രിഗണോമെട്രിയിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുള്ള 15 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊണ്ടുവെക്കുക. ഓക്കെ, അറിയാത്തവർ നിർബന്ധമായി കാണുക, അല്ലാത്തവർ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് കാണുക. ഓക്കെ ആണോ? എന്നിട്ട് നോക്കിക്കേ, ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 4. ചിത്രത്തിൽ 90-ന് എതിരാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായില്ലേ? എങ്ങനെയാണ്? ഇവിടെ 90-ന് താഴെ വേണം ആ 4 എഴുതാൻ, അല്ലേ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പകുതി, ഹാഫ്, 2. 4ന്റെ പകുതി 2. ഇവിടെ 2 ആണെങ്കിൽ എന്തായിരിക്കും? 2√3 ആയിരിക്കും, അല്ലേ? 2√3 ആയിരിക്കും. ഈസി പരിപാടിയല്ലേ, അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? 30-ന് എതിർവശം 2 ആണ്. അഥവാ 30-ൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലുള്ള ഈ ഒരു സൈഡ് 2 ആണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ പോയിന്റ്, ഈ നീളം 2 ആണെങ്കിൽ ഈ പോയിന്റ് എന്താണ്? 2 ആണ്. അപ്പൊ ബിയിൽ നിന്ന് നോക്കുമ്പോൾ എക്സിൽ കാണുന്ന നീളം എത്രയാണ്? 2. ഓക്കെ, ഇനി 60-ന് താഴെ 2√3 എന്ന് കണ്ടാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? 60-ന് എതിർവശം 2√3 ആണ്. എന്ന് വെച്ചാൽ എന്താ? ഈ നീളം 2√3 ആണ്. ഇവിടെ നിന്ന് നോക്കിക്കേ, ഈ നീളം 2√3 ആണെങ്കിൽ ഈ നീളവും തന്നെ ആയിരിക്കും 2√3 ആയിരിക്കും. ഇവിടെ നിന്ന് ഈ നീളം 2√3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തായിരിക്കും? 2√3, അല്ലെ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. അപ്പൊ ഇവിടെ 2√3 ആണെങ്കിൽ ഇവിടെ 2√3. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും? 2√3. അപ്പൊ 2,2√3 എന്നും കിട്ടും. അപ്പോ ഈ പാഠത്തിന് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതിയുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇങ്ങനത്തെ ചോദ്യം വരാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ഥിതിക്ക് വരാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, ഈ പാഠത്തിന്റെ 3ാമത്തെ ചോദ്യം ഇപ്പൊ ഈ കാണുന്നതാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ചോദ്യമാണ്, ഈസിയാണ്. എന്താ ചോദ്യം? ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, അല്ലെ? ചതുരം തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു കോർഡിനേറ്റ്, ഒരു സൂചക സംഖ്യയെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ബാക്കിയുള്ള എല്ലാ സൂചക സംഖ്യകളും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിനു വേണ്ടി നമുക്കൊരു വിവരം കൂടി തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യ പ്രകാരം ആലോചിച്ച് നോക്കിയേ, ഈ നീളം 3 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? അത് 3 ആണെന്ന് മനസ്സിലാക്കണം. ഈസി അല്ലേ? അപ്പൊ നമ്മളിത് 0 അവര് തന്നത്, നമ്മൾ അതിനെ O ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് നിന്ന് തുടങ്ങാം, സൂചക സംഖ്യകളിൽ നിന്ന് തുടങ്ങാം. എന്തായിരിക്കും അതിന്റെ സൂചക സംഖ്യ? ഈ പോയിന്റിന്റെ ആധാര ബിന്ദു, ഒറിജിൻ എന്താ? 0, 0. എന്തെങ്കിലും മാറ്റണ്ടോ? ഒരു മാറ്റമല്ല. ബി ഒന്ന് നോക്കിക്കേ, ഈ പോയിന്റിനെ പറ്റി മാത്രമായിട്ട് ഒരു കാര്യം നമുക്ക് തന്നിട്ടില്ല, പക്ഷെ ആ പോയിന്റിന്റെ സൂചക സംഖ്യ തന്നു. അതിൽ ഇത് എക്സ് അല്ലേ, ഇത് വൈ അല്ലെ? അങ്ങനെ ആലോചിച്ചാൽ ഈ പോയിന്റ് എന്താ? എക്സ് തന്നെയാണ്, അല്ലെ? എക്സ് എന്താ അവിടെ? 6. അപ്പൊ അതെന്താ? 6. അപ്പൊ ഈ ബിയിൽ നിന്ന് നോക്കി എവിടെ ഏതാ? 6. ബിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി എവിടെ ഏതാ? 3. അപ്പൊ അതെന്താ? 6, 3. ഈസി ആണല്ലോ. അടുത്തതോ സി ഈസിയാണ്. ഇവിടെ നിന്ന് ആദ്യം എക്സിലേക്ക് നോക്കണം, എക്സിലേക്ക് നോക്കിയാൽ 0 അല്ലെ? ഇവിടെ നിന്ന് വൈക്ക് നോക്കേണ്ട കാര്യമില്ല, തന്നെയാണ് വൈ. എത്രയാണ്? 3. ഈസി ക്വസ്റ്റ്യൻ അല്ലേ?
അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ ചോദ്യം അല്ലേ? നാലാമത്തെ അല്ലേ? എന്നാണ് ഇതിന്റെ ഒരു ഓർമ്മ. ഓക്കെ, നമുക്ക് നോക്കല്ലേ എന്താ അവിടെ ചോദ്യം. The sides of a rectangle are parallel to the axis ആണ് നിങ്ങൾ കണക്കാക്കണ്ട. And the coordinates of two of its opposite vertices are 5, 1 and 2, 3. What are the coordinates of other two vertices? സിമ്പിൾ ആണ്. ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് വെർട്ടീസസ് നമുക്ക് തന്നിട്ട് രണ്ട് മൂലകൾ. ഒരു ചതുരത്തിന്റെ ഏതോ രണ്ട് ഓപ്പോസിറ്റ്, ഇതാണെങ്കിൽ അടുത്തത് ഇത് ഇവിടെ ആയിരിക്കും, അല്ല ഇവിടെ ആണെങ്കിൽ അടുത്തത് എവിടെ ആയിരിക്കും? ഇപ്പുറത്തായിരിക്കും. ഓപ്പോസിറ്റ് വെർട്ടീസസ്, എതിർ മൂലകൾ തന്നിട്ടു, അതാണിത്. ഓക്കെ, എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? അടുത്ത രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മള് ഇത് എഴുതാൻ പറഞ്ഞോ? എവിടെയെന്നുള്ളത് എഴുതാനൊന്നും നമ്മളോട് പറഞ്ഞില്ല. വരച്ചെഴുതാനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. വരച്ചെഴുതാൻ പറയുന്ന ചോദ്യങ്ങൾ വരും, ഇതിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനൊക്കെ നമ്മളോട് പറയും. അടുത്ത ചോദ്യം അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളോട് എന്ത് പറഞ്ഞു? ഇത് എവിടെയോ ഉണ്ട്, എതിരാണ്. എവിടെ ആയിക്കോട്ടെ, എതിരാണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, എന്തോ ആയിക്കോട്ടെ. നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? എങ്ങനെ വന്നാലും ശരി, ഇതിന് വേറെ രണ്ട് വെർട്ടീസസ് മൂലകൾ കൂടി ഉണ്ടല്ലോ, അതിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ. അത് മാത്രം കണ്ടുപിടിച്ചാൽ പോലെ. എളുപ്പപ്പണി പറയട്ടെ. ഇതാ ഇവിടത്തെ വൈ അങ്ങനെ എഴുതിക്കോ, ഇവിടത്തെ വൈയും അങ്ങനെ എഴുതിക്കോ. വൈക്ക് ഒരു മാറ്റവും വരുത്തണ്ട, അങ്ങനെ എഴുതിക്കോ. എന്നിട്ടോ എക്സ് തിരിച്ചിട്ടോ. എങ്ങനെ? ഇവിടത്തെ 5 ഇങ്ങോട്ട്, ഇവിടത്തെ 2 ഇങ്ങോട്ട്. ഈസി. ഇതാണ് എന്റെ ഉത്തരം. ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ 5, 1 ഇവിടെയും 2, 3 ഇവിടെയാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ, ആ വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞതാണ്. എന്താ ചെയ്തേ? വൈ അതുപോലെ നിർത്തി, എക്സ് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം മാറ്റി. ഇത്രയുള്ള പരിപാടി. ഈസി പരിപാടി അല്ലേ? നമുക്ക് അടുത്തിലേക്ക് ചോദ്യത്തിലേക്ക് പോയാൽ ഇതിന്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയ ചോദ്യം. സിമ്പിൾ തന്നെ കേട്ടോ, വിഷയമൊന്നുമില്ല. എന്താ ചോദ്യം? ദ കോർഡിനേറ്റ്സ് ഓഫ് ടു ഓപ്പോസിറ്റ് വെർട്ടീസസ് ഓഫ് എ റെക്ടാങ്കിൾ ആർ 7, 8 and 1, 3. നേരത്തെ പറഞ്ഞ പോലത്തെ ചോദ്യം. നമ്മുടെ ടെസ്റ്റിലുള്ള അതേ ചോദ്യമാണോ എന്ന് ചെറിയ സംശയം. അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യം എന്തായാലും ടെക്സ്റ്റിലുണ്ട്. ഓക്കെ അല്ലേ? എന്താ അവിടെ പറഞ്ഞത്? ഒരു റെക്ടാങ്കിളിന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ, ഒരു ചതുരത്തിന്റെ എതിർ മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ, എതിർ മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. എന്നിട്ടോ ഇവിടെ പറഞ്ഞ ചോദ്യം ക്വസ്റ്റ്യൻ വ്യത്യസ്ത. എന്താ? നമ്മളോട് എക്സ് വൈ ആക്സിസ് ഒന്നും വരയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ ഒന്നും വരയ്ക്കരുത്, ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. വരയ്ക്കാതെ ഒരു ചതുരം മാത്രം വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു ചതുരം. ഇഷ്ടമുള്ള രൂപം എന്ന് പറയുമ്പോൾ ചതുരം ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അതാട്ടോ ഉദ്ദേശിച്ച്. അല്ലാതെ വൃത്തം വരച്ചിട്ട് അത് ചതുരാണെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ഇയാൾ എന്തൊക്കെ പൊട്ടത്ര പറയുന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞാൻ ജസ്റ്റ് ലോജിക്ക് പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്കൊരു ചതുരം വരയ്ക്കണം, റെക്ടാങ്കിൾ വരയ്ക്കണം, പക്ഷെ എക്സും വൈയും വരയ്ക്കരുത്. എന്നിട്ടോ ഇങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് ഇത് എവിടെയാണ് വരിക എന്ന് കറക്റ്റായിട്ട് എഴുതണം. ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയ അടുത്ത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെയാണോ വരിക, ഇവിടെയാണോ വരിക, ഇവിടെയാണോ വരിക, ഇവിടെയാണോ വരിക എന്ന് നമുക്ക് അറിയണം. ഇന്ന് എക്സും വൈയും വരയ്ക്കാനും പാടില്ല. എവിടെ വരയ്ക്കാൻ പാടില്ല? ആൻസർ ഷീറ്റിൽ വരയ്ക്കാൻ പാടില്ല, അല്ലേ? ആൻസർ ഷീറ്റിലല്ലേ വരയ്ക്കാൻ പാടില്ലാത്തുള്ളൂ. ഇതിപ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാന്ന് വിചാരിക്കാം, അതിൽ വരയ്ക്കാലോ. അത് വരയ്ക്കേണ്ടതാണ് സാർമാര് പറഞ്ഞാലും നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ വരച്ചോളി മനസ്സിലൊക്കെ വെച്ചിട്ട്. ഉത്തരം എഴുതരുത് ചോദ്യ പേപ്പറിൽ നിന്നൊക്കെ പറയും, പക്ഷെ കാര്യമാക്കണ്ട, അതൊക്കെ ചെയ്യാട്ടോ. ചെറിയ തോതിലൊക്കെ എല്ലാം കൂടി എഴുതിച്ച് ബിറ്റായിട്ട് അങ്ങോട്ട് പാസ് ചെയ്യൊന്നും ചെയ്യരുത്. അവസാനം യൂട്യൂബ് കണ്ടു ഇതിന്റെ അടുത്തേക്ക് വരരുത്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോ ഇത് എവിടെയെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പല വഴികളുണ്ട്. പക്ഷെ ഞാൻ എളുപ്പപ്പെടെ പറയുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെ? അതിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു അരുവിൽ ഒരു എക്സും വൈയും വരയ്ക്കുക. ഓക്കെ, എക്സും വൈയും വരയ്ക്കുക. എന്നിട്ടോ ഇവിടെ നമുക്ക് തന്നതിൽ ഇത് എക്സ്, ഇവിടെ വൈ, ഇതും എക്സ്, ഇത് വൈ, അല്ലെ? ഇങ്ങനെയല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് ഈ രണ്ടെണ്ണത്തിലും കൂടി എക്സ് എന്ന് പറഞ്ഞിട്ട് 1ഉം 7ഉം തന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് ഇവിടെ 0, അതിന്റെ തൊട്ടിപ്പുറത്ത് 1 ഉണ്ടാവില്ലേ? 7 എവിടെയാവും? കുറച്ചെങ്കിലും വിട്ടിട്ടാവും, അല്ലെ? എക്സിന്റെ 2 വരകൾ 1ഉം 7ഉമാണ്, അത് ഞാൻ മാർക്ക് ചെയ്തു. അടുത്തതോ വൈയുടെ 2 വര 8ഉം 3ഉമാണ്, 8ഉം 3ഉം, അല്ലെ? അപ്പോ ആദ്യം ഇവിടെ വൈയില് 3, അതിന്റെ മുകളിലാവുമല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് 8, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈസി ആയിട്ട് ഈ പോയിന്റോടെ ഒന്ന് എഴുതിക്കേ. 7, 8, എക്സിൽ 7ഉം വൈയിൽ 8ഉം. ഒന്ന് നോക്കിക്കേ, എക്സിൽ 7 എന്ന് പറഞ്ഞാൽ ഇവിടെ, അല്ലെ? വൈയിൽ 8 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോന്ന ഇതല്ലേ ആ പോയിന്റ്? ഇവിടെ എക്സ് ഈ പോയിന്റിൽ നിന്ന് നോക്കുക, എക്സിൽ എന്താ 7, ഈ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വൈയിൽ എന്താ 8. അപ്പൊ 7, 8 അത് ക്ലിയർ അല്ലേ? അടുത്തത് ഏതാ? 1, 3 ഈസി ആയിട്ട് പറയാം.
എക്സിൽ 1 ഇവിടെ, വൈയിൽ 3 ഇവിടെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയത് അവിടെ അല്ലേ 1 3. ഇവിടെ തന്നെ നമുക്ക് വ്യക്തല്ലേ എവിടെയായിരിക്കും വരിക? അതാ ഇവിടെ 7 8, ഇവിടെ 1 3 അല്ലേ? ഇത് കിട്ടിയില്ലേ? ഇത്രയുടെ പരിപാടി. നമ്മളോട് എക്സ് വൈ വരക്കരുത്, നമ്മുടെ ആൻസർ ഷീറ്റ് ഇതാണ്. വരച്ചോ? ഇല്ല. പക്ഷെ കിട്ടിയോ? കിട്ടി. തെറ്റിയോ? തെറ്റില്ല. കാരണം എന്താ? നമ്മൾ വരച്ചു നോക്കിയുള്ളൂ. നമ്മൾ വരച്ച് നോക്കരുത് നമ്മളോട് പറഞ്ഞിട്ടില്ല, ആൻസർ ഷീറ്റിൽ വരക്കരുത് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യം ക്ലിയർ അല്ലേ? ഈസി. ഇനി എന്താ വേണ്ടത്? അത്രയേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് എന്താ? ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 2 വെർട്ടീസസ് കണ്ടുപിടിക്കുക, മറ്റ് 2 മൂലകൾ കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ ആണ്. മറ്റ് 2 മൂലകൾ. ഇങ്ങനെ ഒരു ചിത്രം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ മറ്റ് 2 മൂലകൾ കണ്ടുപിടിക്കുക? ഞാൻ ഇതിന് എ എന്നും ഇതിന് ബി എന്നും പേരിട്ട് കൊടുത്തു. എനിക്ക് എയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകളും വേണം, ബിയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളും വേണം. ഇതല്ലേ നമ്മുടെ ആവശ്യം. എങ്ങനെ കണ്ടുപിടിക്കുക? ചിലപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് തന്നെ വരാം കേട്ടോ. ഈ എ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഇതൊരു ചോദ്യമായിട്ട് വരാം. എങ്ങനെ? ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ടാവും, നമ്മളോട് എയും ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇത് കണ്ടുപിടിക്കാൻ എന്താ വഴി നൽകും? ഏടെ കണ്ടുപിടിക്കണം അല്ലെ? ഒന്ന് ആലോചിച്ചേ. ഏടെ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വേണം, ഇവിടെ വൈ വേണം. പക്ഷെ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിലും വഴിയുണ്ട്. അതെങ്ങനെ? എക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എങ്ങോട്ടോ നോക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഒരു പോയിന്റിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, അതിന്റെ എക്സിന്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? എക്സ് ആക്സിസിലേക്ക് നോക്കണം, അഥവാ ഇവിടെ നിന്ന് മേപ്പെട്ട് നോക്കണം അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ അത് എവിടെ, ഇപ്പൊ ഇവിടെയാണ് പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങോട്ട് നോക്കണം? കീഴ്പ്പെട്ട് നോക്കണം. എക്സ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ വേനയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ താഴേക്ക് നോക്കണം. ഇതല്ലേ നമ്മുടെ ഐഡിയ അല്ലേ? അപ്പൊ അതേ ഐഡിയ തന്നെ ഇവിടത്തെ എക്സ് കണ്ടുപിടിക്കണം, ഒന്നിന് താഴേക്ക് നോക്കണം. താഴേക്ക് നോക്കിയിട്ട് ഒന്നും കാര്യമില്ല, കാരണം ഇവിടെ ശൂന്യാകാശമാണ് അല്ലെ? ഒരു പാട്ട് പോലെയാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ, വേണ്ട, ഒഴിവാക്കി. നേരെ മേപ്പെട്ട് നോക്കിക്കോ. ഇവിടെ ഉണ്ട്, ഇതാകാത്ത എക്സ് അല്ലേ? ആ എക്സ് തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ നമ്മുടെ ഒരാളെ കിട്ടി. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുകിൽ തള്ള മേലേക്ക്, അല്ലെങ്കിൽ കീഴ്പ്പെട്ട്. അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടാവും. അപ്പൊ എക്സ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെ? ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് മുകളിലേക്കോ താഴേക്കോ ആണെങ്കിൽ വൈയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകിൽ വലത്തോട്ട് അല്ലെങ്കിൽ അടുത്തോട്ട്, ലെഫ്റ്റ് ഓർ റൈറ്റ്. ഓക്കെ? ഇവിടെ നിന്ന് റൈറ്റിക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കാണാണ്ടോ? അവിടെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോ. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഇവിടുത്തെ വൈ എത്രയായി? 3. അതന്നെ ഇവിടെ. ഈസി അല്ലേ? ഇതൊക്കെ ഈസി ആട്ടോ. ഇതിനൊന്നും നമ്മൾ അധികം സമയം കളയരുത്. ഇതുപോലെ ഒന്ന് ആലോചിച്ച്, ഇവിടെ എക്സ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഇപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ മാപ്പ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ കീഴ്പ്പെട്ട് നോക്കുക. ഇവിടെ എക്സ് എന്താ? 1. ഇതുവഴി 1, ഇതാ 1. ഓക്കെ? ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റിക്ക്, ഇടത്തോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ റൈറ്റിക്ക്. ഇവിടെ വൈ എന്താ? സോറി, വൈ കണ്ടുപിടിക്കാൻ. ഇവിടെ വൈ 8. അപ്പൊ ഇവിടെ തന്നെ 8. ബി യു ഐയിലെ ഈസി അല്ലേ? ഇത്രയും പരിപാടി ഉള്ളൂ. അപ്പോ ഇനി ഈ പാഠത്തിൽ എന്താ പഠിക്കാനുള്ളത്? ഇനി ഈ പാഠത്തിൽ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിന് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് ഇംഗ്ലീഷ് പറയുന്നു. അകലം കാണുന്ന സമവാക്യം അല്ലെ? അകലം കാണുക, ഇതാണ് മലയാളത്തിൽ പറയുക. എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് കാണുക അഥവാ അകലം കാണുക? എന്ത് ഡിസ്റ്റൻസ്? ഏത് അകലം? അതാദ്യം അറിയണ്ടേ, എന്നാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഇവിടെ ഒരു സൂചക സംഖ്യ, ഒരു കോർഡിനേറ്റ് ഉണ്ട് 8 1 എന്ന് വെക്കാം. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ? ഇവിടെ ഒരെണ്ണം ഉണ്ട്, അത് ഏകദേശം ഒരു 16 - 4 എന്ന് വെച്ചോളൂ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ 2 സൂചക സംഖ്യകളുണ്ട്. ഇവര് തമ്മിലുള്ള അകലം, ഓക്കെ, ക്ലിയർ ആണോ? ഇവര് തമ്മിലുള്ള അകലം കാണുക. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 കോർഡിനേറ്റ്സ്. ഈ 2 സൂചക സംഖ്യകൾക്കിടയിലുള്ള ദൂരം, തമ്മിലുള്ള ദൂരം കണ്ടെത്തുക. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ഒരു ചോദ്യത്തെ, ഈ ഒരൊറ്റ ചോദ്യത്തെ പല രീതിയിൽ ചോദിക്കും. ഒരൊറ്റ കാര്യമാണ്, പക്ഷെ അതിനെ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ 3 ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആദ്യം എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള സമവാക്യം, അല്ലെങ്കിൽ അകലം കാണാനുള്ള സമവാക്യം എന്ന് പഠിക്കാം. അകലം കാണാനുള്ള സമവാക്യം എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, അഥവാ അകലം സമം റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്നാണ് ആ ഇക്വേഷൻ. എന്താണ്? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1. വേണമെങ്കിൽ തിരിച്ചു എഴുതാം. എങ്ങനെ? റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ എന്നും എഴുതാം. തിരിച്ചെഴുതിയാലും തെറ്റില്ല. ഇത് രണ്ടും ശരിയാണ്. ഓക്കെ? അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഒരേ ഒരു സമവാക്യമേ ഉള്ളൂ, ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. അതാണ് ഡിസ്റ്റൻസ് കാണാനുള്ളത്, അകലം കാണാനുള്ളത്. ഇതോടുകൂടി ഈ പാഠത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തീർന്നു, പൂർണ്ണമായിട്ടും തീർന്നു. ക്ലിയർ ആണോ? പിന്നെ വേണമെങ്കിൽ ഇവിടെ വേറെ സമവാക്യങ്ങൾ പഠിക്കാം. റൂട്ട് ഓഫ് x² + y². ഇങ്ങനത്തെ സമവാക്യങ്ങളൊക്കെ ഉണ്ടാവും ചിലയിടത്ത്, ചില ടീച്ചേഴ്സ് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ? ഇത് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ഇത് പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ഇത് അറിഞ്ഞു എന്നതുകൊണ്ട് ഇത് പഠിക്കാതിരിക്കാൻ പറ്റില്ല, അത് നിർബന്ധമായി പഠിക്കണം.
ഒന്നാമത്തെ കാര്യം. അപ്പോ നമുക്ക് ഏറ്റവും നല്ലത് എന്താ? കുറച്ച് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് പഠിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോ ഇതറിഞ്ഞാൽ മതി. ഓക്കെ, ഇതറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഏതറിഞ്ഞാൽ മതി? ഇതറിഞ്ഞാൽ മതി. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉപയോഗം കൂടി ഇത് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറയുമ്പോൾ ഇവിടെ ഇത് മാത്രം, ഈ ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. അത് ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണേൽ പഠിക്കാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടുത്തെ സമവാക്യം. ഇനി നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? ചോദ്യം ഇതാ സ്ക്രീനിൽ കാണാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 0, 0 ആൻഡ് 4, 0. എന്താണ്? 0, 0, 4, 0 എന്നീ പോയിന്റുകൾക്ക്, ബിന്ദുക്കൾക്ക് ഇടയിലുള്ള ദൂരം കണ്ടെത്തുക, അകലം കണ്ടെത്തുക. അത്രയല്ലേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള അകലം കാണുക. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാലോ. എങ്ങനെ? അകലം കാണാനാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ എന്ത് എഴുതണം? ആദ്യം അകലം അഥവാ ഡിസ്റ്റൻസിന്റെ സമവാക്യം, അല്ലെ? ഡിസ്റ്റൻസ് ഫോർമുല എന്നൊക്കെ പറയും. അകലം കാണാനുള്ള സമവാക്യം എഴുതണം. എന്തായിരുന്നു? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, അല്ലേ? ഇതാണല്ലോ സമവാക്യം. ഇതിൽ ഏതാ x2, y2, x1, y1 ഏതാ? ഈസി, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പൊ ഇത് x1, y1 എന്ന് എടുത്താൽ ഇത് x2, y2, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇത് x1, y1 ഉം ഇത് x2, y2 ആക്കിയാലും കുഴപ്പമില്ല. ഇനി സിമ്പിൾ ആയിട്ട് നമ്മൾ ആ സംഖ്യകളൊന്നും ഇവിടെ കൊടുത്തേ. എങ്ങനെ? x2 പകരം 4, അപ്പൊ 4 മൈനസ് x1 പകരം ഇവിടെ 0 ആണ്, 0. 4 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ്, ഓക്കെ ആണോ? y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, മൈനസ് y1 എന്ന് പറഞ്ഞാലും 0 ആണ്, ഹോൾ സ്ക്വയർ. ഒന്ന് നോക്കിക്കേ, 4ൽ നിന്ന് 0 പോയാൽ എന്താ പിന്നെ ബാക്കി? 4 തന്നെ, 4 സ്ക്വയർ പ്ലസ്, പിന്നെ ഇതുണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ? 0 നിന്ന് 0 പോയാൽ 0 തന്നെ, 0ന്റെ സ്ക്വയറും 0 തന്നെ. ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല. 4ന്റെ സ്ക്വയർ 16, അപ്പൊ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാം. എങ്ങനെ? ഇതാണ് ഒരു രീതി. അല്ലെങ്കിൽ ഈ പ്ലസ് 0 ഇട്ടാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ രണ്ടും ക്യാൻസൽ ആവും. അപ്പോഴും ഉത്തരം എന്ത് തന്നെയാണ്? 4. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. എന്തായാലും ഉത്തരം കിട്ടിയല്ലോ. വളരെ ഈസി പരിപാടിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു നേരിട്ടുള്ള ചോദ്യമാണ്. ഇനി ഈ ചോദ്യങ്ങൾ വളഞ്ഞിട്ട് ചോദിക്കാം. ചെയ്യേണ്ടത് ഇത് തന്നെയാണെങ്കിലും ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം. അതെങ്ങനെ നോക്കില്ലേ? ചോദ്യം എന്താ? The center of the circle shown is the origin and radius is 13. മലയാളത്തില് ഈ ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആധാര ബിന്ദുവാണ്, ആരം 13 എന്ന് തന്നിട്ടുണ്ട്. രണ്ട് കാര്യം. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി പോയിന്റ്സ് 12, 5 and 10, 6 ഈസ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ. എന്താണ്? ഈ വൃത്തത്തിലെ 12, 5 എന്ന് പറയുന്ന പോയിന്റും ബിന്ദുവും 10, 6 എന്ന് പറയുന്ന ബിന്ദുവും ഈ വൃത്തത്തിന്റെ പുറത്താണോ അകത്താണോ അതാ വൃത്തത്തിന്റെ മേലെയാണോ എന്നാണ് ചോദ്യം. വൃത്തത്തിൽ തന്നെയാണോ എന്നാണ് ചോദ്യം. എ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ റൈറ്റ് 2 കോർഡിനേറ്റ്സ് ഓഫ് അതർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ഓക്കെ, ഈ വൃത്തത്തിൽ വരുന്ന ഇതുപോലത്തെ ഏതെങ്കിലും വേറെ രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫിഗർ കൃത്യമായി മനസ്സിലായല്ലോ? ചിത്രം മനസ്സിലായില്ലേ? ഈ ചിത്രത്തിൽ നമുക്ക് തന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം റേഡിയസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ റേഡിയസിന്റെ പ്രത്യേകത? ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മുടെ എക്സും വൈയും വരുന്നത്. ഇവിടെയാണ് വൃത്തം വരുന്നത്, ആണല്ലോ. ഇതാണ് വൃത്തകേന്ദ്രം, ആധാര ബിന്ദു അഥവാ ഒറിജിൻ ആണ് വൃത്തകേന്ദ്രം. ഒന്ന് ആലോചിച്ചേ, ഇതിന്റെ സൂചക സംഖ്യ എന്താ? 0, 0 അല്ലേ? 0, 0 അല്ലേ ആധാര ബിന്ദു. പിന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 13, 0 എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളത്തെയാണല്ലോ നമ്മൾ ആരം എന്ന് വിളിക്കുന്നത്. ആരം എത്രയാണ്? 13 ആണല്ലോ. അതിപ്പോ ഇവിടെ തന്നാലും ഇല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഇവിടെ 13, 0 തന്നാലും ഇല്ലെങ്കിലും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആരം എത്രയാണ്? 13 ആണ്. ഇനി എങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കുക? നമ്മളോട് എന്താ ചോദിച്ചത്? ഈ 12, 5 പോയിന്റ് വൃത്തത്തിന്റെ അകത്താണോ പുറത്താണോ അതോ വൃത്തത്തിന്റെ മുകളിൽ ഇങ്ങനെയാണോ? അതേപോലെ 10, 6 ഇതിൽ ഏതിലാണ് പെടുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ 12, 5 ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇവിടെയാണ് 12, 5 എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ വൃത്തത്തിന്റെ മുകളിൽ ഓൺ ദി സർക്കിൾ ആണെങ്കിൽ ഈ റേഡിയസ്, ഇത് റേഡിയസ് അല്ലേ? ആവില്ലേ? ആണല്ലോ, അല്ലെ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക്. ഓക്കെ, അതെന്താണ്? റേഡിയസ് അഥവാ ആരം. ഈ ആരം എത്രയായിരിക്കണം? ആരം ഉറപ്പായിട്ടും എന്തായിരിക്കണം? 13 ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ.
0 0 എന്ന് പറയുന്ന സെന്റർ കേന്ദ്രത്തിൽ നിന്ന് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 2 അതിൽ നിന്ന് 12 5 എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അഥവാ അകലമുണ്ട് എന്ന് നോക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. ഡിസ്റ്റൻസ് അഥവാ അകലം എന്ന് പറഞ്ഞാൽ സമവാക്യം എഴുതണം. എന്താ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആദ്യത്തത് x1 ഉം y1 കൊടുത്താൽ അടുത്തത് x2 y2 തിരിച്ചെടുത്താലും കുഴപ്പമില്ല. റൂട്ട് ഓഫ് അടുത്ത എന്താ? x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 12, അപ്പൊ 12 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? 12 നിന്ന് 0 പോയാൽ 12 തന്നെ, അപ്പൊ 12 സ്ക്വയർ പ്ലസ് 5 നിന്ന് 0 പോയാൽ 5 തന്നെ, 5 സ്ക്വയർ. 12 സ്ക്വയർ 144 പ്ലസ് 5 സ്ക്വയർ 25. അപ്പൊ എന്ത് വരും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ റൂട്ട് 169. റൂട്ട് 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അറിയാത്തവർ ചെയ്ത് നോക്കുക. എന്ത് ചെയ്ത് നോക്കുക? 13 ഗുണിക്കണം 13 ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 169 കിട്ടും. ഇത്രയും ചെയ്ത് മനസ്സിലായി. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെ, ഈ പോയിന്റ് വരെയുള്ള അകലം എത്രയാണ്? 13 ആണ്. 13 ആണെന്ന് പറഞ്ഞാൽ ആരമാണെന്നല്ലേ? ആരം തുല്യമല്ലേ? ഇവിടെ 13 ആണ്, ഇവിടെ 13 തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആരത്തിന് തുല്യമായി കിട്ടിയതിനാൽ, റേഡിയസിന് ഈക്വൽ ആയി കിട്ടിയതിനാൽ നമുക്ക് എന്ത് പറയാം? 12 5 എന്ന ബിന്ദു വൃത്തത്തിലാണ്. എന്താണ്? വൃത്തത്തിൽ. ഓക്കെ, മലയാളത്തിൽ അങ്ങനെ എഴുതാം. ഇംഗ്ലീഷിലോ? ഓൺ ദി സർക്കിൾ. വൃത്തത്തിന്റെ മുകളിൽ നല്ല ആ വൃത്തത്തിന്മേൽ എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് വൃത്തത്തിന്മേൽ വന്നത് അല്ലെങ്കിൽ ഓൺ ദി സർക്കിൾ ആയത്? അതാണ് ഇമ്പോർട്ടന്റ്. ഓൺ ദി സർക്കിൾ ആവാനുള്ള കാരണം ആരം എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്ന 13 തന്നെയാണ്. റേഡിയസ് എന്ന് പറഞ്ഞ 13 തന്നെയാണ്. ഇവിടെയും ഡിസ്റ്റൻസ് ആയി കിട്ടിയത്. അത് രണ്ടും ഈക്വൽ ആയതിനാൽ ഓൺ ദി സർക്കിൾ അഥവാ വൃത്തത്തിൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനിയിപ്പോ 10 എങ്ങനെ ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ ചെക്ക് ചെയ്യുക. 13 ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, 13നേക്കാൾ കുറവാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിന്റെ അകത്ത്, 13നേക്കാൾ കൂടുതലാണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് പുറത്ത് എന്നിങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ അതുകൊണ്ട് അറിയിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ? ഇതുപോലെ വൃത്തത്തിന്റെ മുകളിലുള്ള 2 ബിന്ദുക്കൾ കൂടി ഇല്ല. ഒരെണ്ണം നമുക്ക് കിട്ടി അല്ലെ? ഒരെണ്ണം കിട്ടിയാൽ ബാക്കി വേണമെങ്കിൽ നമുക്ക് 7 എണ്ണം കൂടി കണ്ടുപിടിക്കുക ഈസിയാണ്. എങ്ങനെ? ഒരെണ്ണം ഏതാ? 12 5 അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 എണ്ണം കൂടി പോലെ. ഈസി ആയിട്ടൊരു കാര്യം പറയട്ടെ. 2 മൈനസ് ഇട്ടോ, -5 -12 -5. ഓക്കെ, ഇനി വേണമെങ്കിലോ 2 ഒന്ന് തിരിച്ചിട്ടോ, 5 12. ഈസി അല്ലേ? ഇപ്പൊ 2 എണ്ണം കിട്ടിയില്ലേ? ഇനി വേണമെങ്കിൽ പറഞ്ഞല്ലോ, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും, 12 മൈനസും 5 പ്ലസും. തിരിച്ചിട്ടോ, 12 പ്ലസും 5 മൈനസും. ഇനിയോ ഇവിടെ വേണമെങ്കിൽ നോക്കാലോ, 2 മൈനസ് ആക്കാം, ഇല്ലെങ്കിൽ ഒരെണ്ണം മൈനസ് ആക്കാം. ആ ഒരെണ്ണം മൈനസ് ഉള്ളത് വേണമെങ്കിൽ 12 ആക്കാം. എത്ര എണ്ണം കിട്ടി നമുക്ക്? ഒന്ന് ഇവിടെ ഓൾറെഡി കിട്ടി, ബാക്കി 7 എണ്ണവും കിട്ടി. ഇത്രയേ ഉള്ളൂ. ആ കിട്ടിയത് വെച്ചിട്ടാണ് ബാക്കി കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഈസി ആവുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരില്ല. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അവസാനത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്താ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ബൈ ജോയിനിങ് 2 1 3 4 -3 6. എന്താണ്? 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു മട്ട ത്രികോണമാണെന്ന് തെളിയിക്കുക. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെ? ഈ 3 കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ, അതിന്റെ പൊസിഷൻ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിന്റെ പൊസിഷൻ ഒന്നും അറിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടില്ല, അടയാളപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് 3 കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? റൈറ്റ് ട്രയാംഗിൾ കിട്ടും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മട്ട ത്രികോണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 3 പോയിന്റിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുക്കുക. ABC എന്നോ PQR എന്നോ എന്തെങ്കിലും. എന്നിട്ട് നമ്മൾ 3 അകലങ്ങളാണ് കാണുന്നത്. നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് മാത്രമേ കാണാൻ അറിയുള്ളൂ. അത് മാത്രം കണ്ടായി. അതൊന്നിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം ഇല്ല. എങ്ങനെ കാണേണ്ടത്? ഏതൊക്കെയാണ് ആ 3 എണ്ണം? ആ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഈസിയാണ്. നമ്മൾ AB കാണുക. ABയുടെ അകലം കാണുക. നേരത്തെ സമവാക്യം റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. സമവാക്യം എഴുതണം. മാർക്കുണ്ട്. എങ്ങനെ ചെയ്യാം? നമ്മൾ AB അല്ലേ, അപ്പൊ ഇതിന് x1 y1 എന്ന് കൊടുത്താൽ ഇത് x2 y2 ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അതല്ലേ നല്ലത്. എങ്ങനെ വേണ്ടി എടുക്കാട്ടോ, നല്ലതും ചീറ്റൊന്നുമില്ല.
x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ് മൈനസ് y1 എന്ന് പറഞ്ഞാൽ 1 ആണ് ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? 3ൽ നിന്ന് 2 കുറച്ചാൽ 1 1 സ്ക്വയർ പ്ലസ് 4ൽ നിന്ന് 1 കുറച്ചാൽ 3 3 സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 3ന്റെ സ്ക്വയർ 9 രണ്ടും കൂടി കൂട്ടിയാൽ 10 റൂട്ട് 10 നമുക്ക് അറിയാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. അത് മതി. എ ബി കിട്ടിയല്ലോ, ആയിക്കോട്ടെ. ഇനി അടുത്തത് എന്താ? അടുത്ത പരിപാടി എന്താ? നേരെ അടുത്തേക്ക് പോയിക്കോ. ഏതാ? ബി സി. ഇതേപോലെ സമവാക്യമൊക്കെ എഴുതണം. ഞാൻ തൽക്കാലം എഴുതുന്നില്ല, പരിമിതി കാരണം ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ബി സി ബി x2 y2 ആണെങ്കിൽ ഇത് x1 y1 അല്ലേ? എങ്ങനെ വേണം എടുക്കാം. ഓക്കെ, അപ്പൊ x2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് x1 എന്ന് പറഞ്ഞാൽ -3 രണ്ട് മൈനസ് വരും. ഇത് സമവാക്യത്തിൽ ഇക്വേഷനിൽ ഉള്ളത്, ഇത് സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റിനൊപ്പം ഉള്ളത് ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 6 ഹോൾ സ്ക്വയർ അല്ലേ? ഇത് ചെയ്താൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3 മൈനസ് -3 അടുത്ത് വന്നാൽ എന്താവും? പ്ലസ് ആവും. മൈനസ് അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. അപ്പൊ 3 + 3 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ പ്ലസ് 4ൽ നിന്ന് 6 കുറച്ചാൽ -2 ആണ്. അപ്പൊ -2 സ്ക്വയർ 6ന്റെ സ്ക്വയർ 36 പ്ലസ് -2ന്റെ സ്ക്വയർ 4 മൈനസ് ആണെങ്കിൽ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് എന്താവും? പ്ലസ് ആയി മാറും. ഏതൊരു മൈനസും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? പ്ലസ്. അങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ റൂട്ട് 40 കിട്ടിയില്ലേ? ഇനിയോ ഇവിടെ കേട്ടെ, ഒരെണ്ണം കൂടി കാണാണ്ട്. ഏതായിരിക്കും? എ ബി കഴിഞ്ഞു, ബി സി കഴിഞ്ഞു, പിന്നെ ഇനി ഏതാ? എ സി അല്ലേ? അപ്പൊ ബിയുടെ ആവശ്യമില്ല. അവിടെ x1 y1 ഉള്ള സ്ഥിതിക്ക് ഇത് x2 y2 ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. വീണ്ടും ഞാൻ പറയുന്നു, സമവാക്യം എഴുതണം. ഞാൻ സ്ഥലപരിമിതി കൊണ്ട് ഞാൻ എഴുതുന്നില്ല. റൂട്ട് ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, 2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണ്, അപ്പൊ -3 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ 1 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. ഓക്കെ, ഹോൾ സ്ക്വയർ ആയല്ലോ. ചെയ്യാം, ഈസി. പ്ലസ് ആയില്ലേ? മൈനസ് വന്നാൽ എന്തായി? അത് പ്ലസ് ആയി. അപ്പൊ 2 + 3 5 സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് 6 കുറച്ചാൽ -5. ഓക്കെ, അപ്പൊ എന്ത് വരും? 5ന്റെ സ്ക്വയർ 25 -5ന്റെ സ്ക്വയറും എന്തെങ്കിലും 25 ആണ്, കാരണം മൈനസിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. രണ്ടും കൂടി കൂട്ടിയാൽ റൂട്ട് 50. ഓക്കെ, ഇവിടെ എത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ നമ്മളോട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞോ? ഇല്ല. നമ്മളോട് എന്താ പറഞ്ഞത്? ഈ 3 കോർഡിനേറ്റ് 3 സൂചക സംഖ്യകൾ കൂടി ചേർന്നാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം ഉണ്ടാവുന്നേ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഇത് 3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്തു? ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. എന്താ മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത? മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇംഗ്ലീഷിലെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. തിരിച്ചു എഴുതാം, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലേ? ഇനി എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് പൈതഗോറസ് തിയറം എന്നറിയപ്പെടും, പൈതഗോറസ് സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് മട്ട ത്രികോണത്തിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. എന്ത്? കർണത്തിന്റെ സ്ക്വയർ എന്തിന് തുല്യമാണ്? ഈക്വൽ ആണ്. പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറും കൂട്ടിയാൽ കിട്ടുന്നതിന് തുല്യമാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടി കൂട്ടിയാൽ കിട്ടുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയല്ലേ? ഇതിൽ ഏതാവും കർണം? എ ബി ആവോ, ബി സി ആവോ, എ സി ആവോ? എങ്ങനെ കർണം കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഏറ്റവും വലുതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഇതിൽ ഏറ്റവും വലുതാരാ? ഇവിടെ റൂട്ട് 10 റൂട്ട് 40 റൂട്ട് 50 ഏറ്റവും വലുതായതാ റൂട്ട് 50. ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. പിന്നെ പാദവും ലംബവും ബേസും ആൾട്ടിറ്റ്യൂഡും ഏത് വേണേലും എടുക്കാം. ഇത് ബേസ് എന്നെടുത്താൽ, പാദം എന്നെടുത്താൽ ഇത് ലംബം അഥവാ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കർണത്തിന്റെ സ്ക്വയർ വേണം അഥവാ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ വേണം. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറഞ്ഞാൽ റൂട്ട് 50 അല്ലേ? അപ്പൊ റൂട്ട് 50ന്റെ സ്ക്വയർ. സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇവിടെ ബാക്കി ആരാണ്ട് 50. ക്ലിയർ അല്ലേ? അടുത്തത് എന്താ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അഥവാ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഒന്ന് പറഞ്ഞ ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ, പാദം എന്ന് പറഞ്ഞാൽ റൂട്ട് 10 ആണ്, അപ്പൊ റൂട്ട് 10 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം എന്ന് പറഞ്ഞാൽ റൂട്ട് 40, അപ്പൊ റൂട്ട് 40 സ്ക്വയർ. വീണ്ടും സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ രണ്ട് ക്യാൻസൽ ആയി. ഇവിടെ ബാക്കി 10 + 40 എത്രയായി? 50. ഇപ്പൊ എന്ത് കിട്ടി? കർണം സ്ക്വയറും
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറും എന്തായി ഈക്വൽ ആയി, തുല്യമായില്ലേ? ഇവിടെ 50 കിട്ടി, ഇവിടെ 50 കിട്ടി അല്ലെ. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് ഏത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. രണ്ടും ഈക്വൽ ആയില്ലേ? രണ്ടും ഈക്വൽ ആയാൽ നമുക്ക് പറയാം ഇതൊരു മട്ട ത്രികോണം ആണ്. ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇവിടെയും ഇവിടെയും ഒരേപോലെ 50 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു മട്ട ത്രികോണമാണ്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. അതോടുകൂടി നമ്മൾ ഈ പാർട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് കോർഡിനേറ്റ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ജാമിതിയും ബീജഗണിതവും, ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതുകൂടി എക്സാമിന് ഉണ്ടാവുമെന്ന് അറിയുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ 8ഉം 10ഉം നമ്മൾ എടുക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ ശരി.